പ്രൈസ് ദി ലോർഡ്. ബി റൂട്ടഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തക്കായിട്ട് നമുക്ക് ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിക്കാം. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എന്റെ മകനെ അബ്ശലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്ശലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചുവെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശലോമേ, എന്റെ മകനെ, എന്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് നടന്നു. 2 ശമൂവേൽ 18:33. ദാവീദ് രാജാവിന്റെ മൂന്നാമത്തെ പുത്രൻ അബ്ശലോം. സമാധാനത്തിന്റെ പിതാവ് എന്നാണ് അബ്ശലോമിന്റെ അർത്ഥം. വളരെ സൗന്ദര്യമുള്ളവനും ആരോഗ്യവാനുമായിരുന്നു. എങ്കിലും ധാർമ്മിക മൂല്യങ്ങൾക്ക് അവൻ വില കൽപ്പിച്ചിരുന്നില്ല. തന്റെ അർദ്ധ സഹോദരനായ അമ്നോൻ അബ്ശലോമിന്റെ സഹോദരിയോട് ചെയ്ത ദുഷ്കർമ്മം നിമിത്തം 2 വർഷത്തിനു ശേഷം തന്റെ ഭൃത്യന്മാരെ കൊണ്ട് അമ്നോനെ കൊല്ലിച്ചു. അഹീഥോഫെലിന്റെ തെറ്റായ ആലോചന പ്രകാരം സ്വന്തം പിതാവിന്റെ വെപ്പാട്ടികളുമായി വ്യഭിചാരം ചെയ്തു. 2 ശമൂവേൽ 16:20-22 വരെ. തന്റെ പിതാവായ ദാവീദിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ജനപ്രീതി സമ്പാദിച്ചു. താൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. പിതാവിനെതിരെ താൻ പടയ്ക്ക് പുറപ്പെടുകയും എഫ്രൈം വനത്തിൽ വെച്ച് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്ശലോമിന്റെ സൈന്യം പരാജയപ്പെടുകയുണ്ടായി. അവൻ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോകുമ്പോൾ തന്റെ തലമുടി കരുവേലക മരക്കൊമ്പുകളിൽ ഉടക്കി അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. യോവാബ് കുന്തം അവന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. ആയുധവാഹകന്മാർ അവനെ അടിച്ചു കൊന്നു. അവന്റെ ജഡം അവർ ഒരു വലിയ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞു. ഈ ദുഃഖവാർത്തയറിഞ്ഞ ദാവീദ്, എന്റെ മകനെ അബ്ശലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എന്നു പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞു. പക്ഷേ ദാവീദ് മകനെ ചൊല്ലി കരഞ്ഞത് വൈകിയ വേളയിലായിരുന്നു. അബ്ശലോം ഭവനത്തിൽ വളർന്നു വന്ന വേളയിൽ അവന് ആത്മീക നിർദ്ദേശങ്ങൾ നൽകുവാൻ പിതാവിന് സമയമില്ലായിരുന്നു. മാത്രമല്ല, മക്കളുടെ മുമ്പിൽ അദ്ദേഹം മാതൃകാപരമായി ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. കുടുംബജീവിതത്തിൽ ആത്മീക വിഷയങ്ങൾക്ക് പ്രഥമസ്ഥാനം കൽപ്പിക്കാതെയും ധാർമ്മിക ജീവിതത്തിൽ അബാധ സഞ്ചാരം നടത്തുകയും ചെയ്ത ശേഷം വൈകിയ വേളയിൽ തലമുറകൾക്ക് വേണ്ടി വിലപിക്കുന്നവർക്ക് ദാവീദിന്റെ ജീവിതം ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നു. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ചെയ്യേണ്ടവ തക്ക സമയത്ത് ചെയ്യുന്നതാണ് ഉത്തമം. കാര്യങ്ങൾ കയ്യിൽ ഒതുങ്ങാതെ വരുമ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനേക്കാൾ മക്കൾക്ക് വേണ്ടി അവർ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതൽ കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ ആരംഭിക്കൂ. ദൈവം നിങ്ങളുടെ അഭയയാചനകൾക്ക് മറികടന്നു പോവുകയില്ല. ഈ വചനങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.